ദ്രൗപദി. MD രത്നമ്മ. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ മഹേന്ദ്രൻ എത്തിയത് മുഖം നിറയെ വെളിച്ചവും കൊണ്ടായിരുന്നു. കണ്ടപ്പോൾ തന്നെ നന്ദിനി ഊഹിച്ചു, സന്തോഷകരമായതെന്തോ സംഭവിച്ചിരിക്കുന്നു. ഒന്നുകിൽ വാരികയിൽ പുതിയതായി ആരംഭിച്ച നോവൽ നന്നായി ക്ലിക്ക് ചെയ്തിരിക്കുന്നു, വാരികയുടെ കോപ്പികൾ വർദ്ധിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ നന്ദിനി. ഉമ്മറത്തേക്ക് കയറവേ തന്നെ മഹേന്ദ്രൻ വിളിച്ചു. എന്തു പറ്റി ഇത്ര സന്തോഷം? നമ്മുടെ കഥാകാരി അവസാനം വരാമെന്ന് സമ്മതിച്ചിരിക്കുന്നു ദ്രൗപദി. ഓ. മഹേന്ദ്രൻ്റെ മുഖത്തെ വെളിച്ചം ഇപ്പോൾ നന്ദിനിയിലേക്കും പകർന്നു. കുറേ നാളായി ദ്രൗപദി ഒരു പരിപാടിക്കും പങ്കെടുക്കാറില്ല എന്ന് കേട്ടിരുന്നു. കോളേജിലും വീട്ടിലുമായി ഒതുങ്ങിക്കൂടിയിരുന്നു. എഴുത്തും കുറിച്ചിരിക്കുന്നു. ആരെങ്കിലും നിർബന്ധിച്ചാൽ മാത്രമേ വല്ലപ്പോഴുമെങ്കിലും എഴുതാറുള്ളൂ. ഇപ്പോൾ ഇതാ മഹേന്ദ്രൻ പറയുന്നു ദ്രൗപദി വരാമെന്ന് സമ്മതിച്ചത്രേ. സത്യമാണോ ഈ പറയുന്നത്? ദ്രൗപദിയെ നേരിട്ട് കണ്ടോ? നേരിട്ട് കണ്ടില്ല, പക്ഷെ സംസാരിച്ചു ഫോണിൽ. തന്നോടും പറയാൻ ഏൽപ്പിച്ചു. മഹേന്ദ്രൻ പത്രാധിപരായുള്ള പ്രസിദ്ധീകരണത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും നടത്താറുള്ള ചടങ്ങ്. സാഹിത്യ അക്കാദമി അവാർഡ് ജേതാക്കൾക്ക് ഒരു ഉജ്ജ്വല സ്വീകരണം. പത്രം ഓഫീസ് അങ്കണത്തിൽ ഗംഭീര പന്തൽ, സമ്മേളനം, സ്വീകരണം. എല്ലാ ചുമതലകളും മുൻ വർഷങ്ങളിലെ പോലെ മഹേന്ദ്രന്. ഇക്കുറിയും ഒരുക്കങ്ങളെല്ലാം ആരംഭിച്ചിരിക്കുന്നു. നോവലിന് അവാർഡ് നേടിയ ദ്രൗപദി ഒഴിച്ച് മറ്റെല്ലാവരും വരുമെന്നുറപ്പ്. ദ്രൗപദിയുടെ കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. മഹേന്ദ്രൻ വിളിച്ചാൽ വരാതിരിക്കില്ല എന്ന വിശ്വാസമുണ്ടായിരുന്നെങ്കിലും കുറേ കാലമായി എങ്ങും പോകാതിരിക്കുന്ന ആൾ മറുപടി എന്തായിരിക്കുമെന്ന് ആശങ്കയുണ്ടായിരുന്നു. നോവലിനുള്ള അവാർഡ് ദ്രൗപദിക്കെന്ന് കേട്ടപ്പോഴേ നന്ദിനി സന്തോഷിച്ചതാണ്. സ്വീകരണ മീറ്റിങ്ങിന് വരാതിരിക്കില്ല, വരുമ്പോഴെങ്കിലും ഒന്ന് കാണാമല്ലോ. എത്ര കാലമായി കണ്ടിട്ട്. ഇതുപോലൊരു അവാർഡ് ദാന ചടങ്ങിന് ശേഷമാണ് ദ്രൗപദി പുറം ലോകവുമായുള്ള ബന്ധത്തിൽ നിന്ന് ഉൾവലിഞ്ഞത്. ഏയ്, ചോറ് തരൂ, എനിക്ക് പോകണം. മഹേന്ദ്രൻ തിരക്ക് കൂട്ടിയപ്പോൾ നന്ദിനി ചോറും കറികളും വിളമ്പി. മഹേന്ദ്രൻ പറഞ്ഞു, ദേവദത്തൻ വരുമോ എന്നറിയില്ല. വലിയ അഭിമാനിയാണ്. ക്ഷണിച്ചാലും ക്ഷണിച്ചില്ലെങ്കിലും ദേഷ്യം വരും. ഞാൻ സ്പെഷ്യൽ ഇൻവിറ്റേഷനും പേഴ്സണൽ ലെറ്ററും അയച്ചിട്ടുണ്ട്. അതൊക്കെ ദേഷ്യം വർദ്ധിപ്പിക്കുകയുള്ളൂ. അയാളുടെ ഈ കോംപ്ലക്സ് ആണല്ലോ ദ്രൗപദിയെ എന്നും വിഷമിപ്പിച്ചിരിക്കുന്നത്. അവൾ ഒരു പരിപാടിക്ക് പോകണ്ട എന്ന് തീരുമാനിച്ചത് ഈ കോംപ്ലക്സ് കൊണ്ടായിരുന്നല്ലോ. ഭാര്യയായി പോയതുകൊണ്ട് എന്നും ഒരു പടി താഴെ കിടക്കണം. പുരുഷൻ്റെ സ്വാർത്ഥത. അതിനിപ്പോൾ ദ്രൗപദി ദേവദത്തൻ്റെ ഭാര്യയല്ലല്ലോ. രണ്ട് വ്യക്തികൾ, അറിയപ്പെടുന്ന രണ്ട് എഴുത്തുകാർ. ഊണ് കഴിച്ചുകൊണ്ട് മഹേന്ദ്രൻ പറഞ്ഞു. നന്ദിനിക്ക് ഉടൻ മറുപടി ഉണ്ടായിരുന്നു. എന്നാലും ദ്രൗപദി അയാളുടെ ഭാര്യയായിരുന്നല്ലോ. ഇപ്പോൾ അല്ലെങ്കിലും. ദ്രൗപദിയുടെ അയാൾക്കെന്നും അസൂയയായിരുന്നു അവാർഡ് കിട്ടിയതിൽ. ആശംസിക്കാനും പ്രസംഗിക്കാനും ദേവദത്തൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ പറഞ്ഞത് ശരി. ദേവദത്തന് എല്ലാവരോടും അസൂയയാണ്, ദേഷ്യമാണ്. എല്ലാവരും അയാളെ ഒറ്റപ്പെടുത്തി മൂലയ്ക്കൊതുക്കി എന്നൊക്കെയാണ് പരാതി. പത്രക്കാരോടൊക്കെ ഭയങ്കര വിരോധമാണ്, വിശേഷിച്ച് എന്നോട്. മഹേന്ദ്രൻ ചിരിച്ചു, കുലുങ്ങിച്ചിരിച്ചു. അയാളുടെ ആ വിചാരം തന്നെയാണ് അയാളുടെ ഇപ്പോഴത്തെ വീഴ്ചയ്ക്കും കാരണം. പണ്ട് അയാളുടെ പിറകെ ആയിരുന്നില്ലേ എല്ലാവരും, കഥ പറയിക്കാനും പ്രസംഗം കേൾക്കാനും. സത്യം പറഞ്ഞാൽ എനിക്ക് അയാളുടെ കഥകൾ അന്നും ഇഷ്ടമായിരുന്നില്ല, നന്ദിനി പറഞ്ഞു. അങ്ങനെ ദേവദത്തനെ കുറച്ച് കാണാതെ. കൂട്ടുകാരിയോടുള്ള സ്നേഹം കൊണ്ട് അയാളുടെ കഴിവിന് നേരെ കണ്ണടച്ചിട്ട് കാര്യമില്ല. ഒരു കാലത്ത് ഏറ്റവും നല്ല കഥകൾ എഴുതിയിരുന്നത് ദേവദത്തനാണ്. നല്ല നോവലുകൾ എഴുതിയിരുന്നത് ദേവദത്തനാണ്. ഒരു തലമുറ മുഴുവൻ അയാളുടെ പിറകായിരുന്നു. ഇപ്പോഴും അയാൾക്ക് ആരാധകർ കുറവല്ല. നിന്റെ കൂട്ടുകാരി ദ്രൗപദി അയാളുടെ ആരാധികയായിരുന്നു, ഓർമ്മയുണ്ടല്ലോ? ഉണ്ട്, ഒന്നും മറന്നിട്ടില്ല. അയാൾ കഴിവില്ലാത്തയാളാണ് എന്ന് ഞാൻ പറഞ്ഞില്ല. എത്രയോ അവാർഡുകൾ കിട്ടിയ ആളാണ്. എന്നിട്ടും മറ്റൊരാളിന് അംഗീകാരം കിട്ടുമ്പോൾ അത് ഭാര്യയ്ക്കാണെങ്കിൽ ഒട്ടും സഹിക്കാൻ വയ്യ. അസൂയ. അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാ കഴിവുകളും തങ്ങൾക്കേ പാടുള്ളൂ എന്നാണ് പുരുഷന്മാരുടെ വിചാരം. എല്ലാ പുരുഷന്മാർക്കുമില്ല, ചിലർക്ക്. എന്നെ നോക്കൂ, എനിക്ക് തന്നോട് വല്ല അസൂയയുമുണ്ടോ? അത് ഞാൻ ദ്രൗപദിയെ പോലെ കഴിവുള്ളവളല്ലാത്തതുകൊണ്ട്. ഞാൻ എഴുത്തുകാരിയല്ല, കോളേജ് അധ്യാപികയല്ല, വെറും വീട്ടമ്മ. പിന്നെ എന്തിനാ അസൂയപ്പെടണം? മഹേന്ദ്രന് ചിരി സഹിക്കാൻ കഴിഞ്ഞില്ല. എന്തൊരു വീറ്! വനിതകൾക്കായി നമുക്കൊരു സെമിനാർ സംഘടിപ്പിച്ചാലോ? പുരുഷന്മാരുടെ ഈ സ്വാർത്ഥതയ്ക്കെതിരായി എന്ന് പറഞ്ഞ് മഹേന്ദ്രൻ പോയി. രാത്രി മഹേന്ദ്രൻ വരാൻ വൈകി. അനഘയെ ഉറക്കി നന്ദിനി വായിച്ചുകൊണ്ട് കിടന്നു. അകത്ത് കടന്നയുടൻ മഹേന്ദ്രൻ ബാഗിൽ നിന്ന് വലിയൊരു നോട്ടീസ് പുറത്തെടുത്തു. എങ്ങനെയുണ്ട്? നന്ദിനി അയാളുടെ കയ്യിൽ നിന്ന് നോട്ടീസ് വാങ്ങിച്ചു നോക്കി. വലിയ അക്ഷരങ്ങളിൽ ദ്രൗപദിയുടെയും മറ്റ് അവാർഡ് ജേതാക്കളുടെയും പേരുകൾ. ഇത് കാണുമ്പോൾ ദേവദത്തിന് കലിയിളകും. അയാളുടെ പേരില്ലല്ലോ. അയാൾക്ക് അവാർഡ് കിട്ടിയില്ലല്ലോ. ആശംസാ പ്രസംഗക്കാരുടെ ഒപ്പവും അയാളുടെ പേര് വയ്ക്കാനാവില്ല. സ്വന്തം ഭാര്യ ഉൾപ്പെടെയുള്ള എഴുത്തുകാരെ പ്രസംഗിക്കാൻ അയാൾ തയ്യാറാകില്ല. എനിക്ക് നന്നായി അറിയാം. ഇതൊക്കെ തന്നെയാണ് അയാളുടെ കോംപ്ലക്സ്. അയാൾക്കും അവാർഡ് കിട്ടിയില്ലേ? അയാളെയും ഇതുപോലെ ബഹുമാനിച്ചിട്ടില്ലേ? പിന്നെ എന്തിനാണ് ഈ ദേഷ്യം?
അങ്ങനെ ചോദിച്ചാൽ ദ്രൗപദിക്കും കിട്ടിയിട്ടില്ലേ അവാർഡ്? സത്യം പറഞ്ഞാൽ ദ്രൗപദിയുടെ കഥകൾക്കാണിപ്പോൾ മാർക്കറ്റ്. പ്രസിദ്ധീകരണക്കാർക്കൊക്കെ ദ്രൗപദിയുടെ നോവൽ വേണം, കഥ വേണം. സിനിമക്കാർ പുറകെ നടക്കുകയാണെന്ന് പറയുന്നു. ദ്രൗപദി പക്ഷേ ഒളിച്ചിരിക്കുകയും. ഭർത്താവായ ദേവദത്തൻ എങ്ങനെ സഹിക്കും? ഇപ്പോൾ അയാൾ ദ്രൗപദിയുടെ ഭർത്താവല്ല, നന്ദിനി ഓർമ്മിപ്പിച്ചു. അങ്ങനെ തന്നെയാണ് പുറത്തുള്ളവർ കാണുന്നത്. ദേവദത്തിന് സഹിക്കാത്തതും അതാണ്. തരം കിട്ടുമ്പോൾ അയാളത് പറയുന്നെന്നും കേട്ടു. ദ്രൗപദിയെ വളർത്തിയത് അയാളാണ്, എഴുത്തുകാരെ ആക്കിയത് അയാളാണ്. ആ പറയുന്നത് നുണയാണെന്ന് നമുക്കെങ്കിലും അറിഞ്ഞുകൂടെ? ദ്രൗപദി സാധാരണ പെണ്ണായിരുന്നെങ്കിൽ അയാൾ വിവാഹം ചെയ്യാൻ തയ്യാറാകുമായിരുന്നോ? പ്രശസ്തയായ എഴുത്തുകാരി, കോളേജ് അധ്യാപിക, ബുദ്ധിപൂർവ്വം കുരുക്കിലാക്കുകയായിരുന്നു പാവത്തിനെ. എന്നിട്ട് അടിമയെപ്പോലെ കഴിയണം പോലും. ഉറങ്ങാൻ കിടക്കുമ്പോൾ മഹേന്ദ്രൻ ചോദിച്ചു, ഈ നോട്ടീസിലെ മാറ്റർ തയ്യാറാക്കുമ്പോൾ ഞാൻ ഓർമ്മിച്ചത് എന്താണെന്നറിയാമോ? എന്താണ്? ആദ്യമായൊരു മീറ്റിങ്ങിൽ ദ്രൗപദിയെ പങ്കെടുപ്പിച്ചത് ആരാണെന്ന്, ദ്രൗപദിയുടെ പേര് നോട്ടീസിൽ ചേർത്തത് ആരാണെന്ന് ഓർക്കുന്നില്ലേ? മഹേന്ദ്രൻ. നന്ദിനി പറഞ്ഞു. അതിന് അവളെക്കൊണ്ട് സമ്മതിപ്പിക്കാൻ പെട്ട പാട്. ഇന്നിപ്പോൾ ഇതാ വീണ്ടും. എത്ര നിർബന്ധിച്ചിട്ടാണെന്നോ ദ്രൗപദി വരാമെന്ന് സമ്മതിച്ചത്. ആദ്യം വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു ഫോൺ വച്ചു കളഞ്ഞു. പിന്നീട് എന്തോ വരാമെന്ന് തോന്നിയിരിക്കണം, ഇങ്ങോട്ട് വിളിച്ചു പറയുകയായിരുന്നു വരാമെന്ന്. അന്ന് ആരും അറിയാത്ത ദ്രൗപദി ഇന്ന് എല്ലാവരും അറിയുന്ന ദ്രൗപദി. മഹേന്ദ്രൻ ഉറങ്ങിയിട്ടും നന്ദിനിക്ക് ഉറക്കം വന്നില്ല. ദ്രൗപദി കൺമുന്നിൽ വന്ന് നിൽക്കുന്നു. അവളുടെ പഴയ ഇരുനില വീട്, അവളെയോർത്ത് എന്നും ഉത്കണ്ഠപ്പെട്ടിരുന്ന അവളുടെ അച്ഛൻ, ഭർത്താവ് ഉപേക്ഷിച്ചു പോയ യമുന അപ്പച്ചി. കോളേജിൽ ഒന്നിച്ചായിരുന്നു 5 വർഷം നന്ദിനിയും ദ്രൗപദിയും. നന്ദിനി ഹോസ്റ്റലിലെ ഭക്ഷണം അടുക്കുമ്പോൾ അഭയം ദ്രൗപദിയുടെ വീട്ടിൽ എത്രയോ വട്ടമാണ് അവിടെ പോയിരിക്കുന്നത്. അന്നേ അവൾ കഥകൾ എഴുതിയിരുന്നു. മത്സരങ്ങൾക്കൊക്കെ ചേരും. യുവജനോത്സവങ്ങൾക്ക് സംസ്ഥാന തലത്തിൽ എന്നും 1ാം സ്ഥാനം. അധ്യാപകർക്ക് എന്തൊരു സ്നേഹമായിരുന്നു ദ്രൗപദിയോട്. കഥ എഴുതിയാൽ ആദ്യം കാട്ടുക അച്ഛനെ. മകൾ കഥ വായിക്കുന്നത് അച്ഛൻ അഭിമാനത്തോടെ കേട്ടിരിക്കും. യമുന അപ്പച്ചിയും ഉണ്ടാവും അരികിൽ, പലപ്പോഴും നന്ദിനിയും. എൻ്റെ 2 സ്ഥിരം ശ്രോതാക്കൾ, നിരൂപകരും എന്ന് അച്ഛനെയും അപ്പച്ചിയെയും ചൂണ്ടി അവൾ പറഞ്ഞിരുന്നു. പെൻഷൻ പറ്റിയ ഹൃദ്രോഗിയായ അച്ഛന് ഇതേപോലെ കഥ പറഞ്ഞു തരുന്ന ഒരു മകളില്ലായിരുന്നുവെങ്കിൽ ജീവിതം എത്ര വിരസമായിരുന്നേനെ എന്ന് ദ്രൗപദിയുടെ അച്ഛൻ പലപ്പോഴും പറഞ്ഞിരുന്നു. അമ്മയെ കണ്ട ഓർമ്മ കൂടി ഇല്ല ദ്രൗപദിക്ക്. 1 വയസ്സിൽ അമ്മ മരിച്ചുപോയ കുട്ടിക്ക് എങ്ങനെ ഓർമ്മ വരാൻ? അന്ന് തൊട്ട് അച്ഛനും അമ്മയും എല്ലാം അച്ഛൻ തന്നെ. പിന്നെ യമുന അപ്പച്ചിയും. അവർ എന്നും ഏട്ടൻ്റെയും ഏട്ടൻ്റെ മകളുടെയും ഒപ്പമായിരുന്നല്ലോ. എന്തോ നിസ്സാര കാര്യത്തിന് പിണങ്ങിപ്പോയ ഭർത്താവിനെ തേടിപ്പോകാൻ യമുന അപ്പച്ചി തയ്യാറായതേയില്ല. അന്വേഷിച്ചു പോകാൻ അച്ഛൻ പലതവണ ഒരുങ്ങി. അപ്പോഴൊക്കെ യമുന അപ്പച്ചി പറഞ്ഞു, എന്നെ മനസ്സിലാക്കാത്ത മനുഷ്യനെ നിർബന്ധിച്ച് എന്തിനു കൊണ്ടുവരുന്നു? ഏട്ടന് ഞാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞോളൂ. ധൈര്യവും തൻ്റെ ഇടവുള്ള സ്ത്രീയാണ് എൻ്റെ യമുന അപ്പച്ചി. എനിക്ക് അവരോട് ബഹുമാനമാണ്. അങ്ങനെ പറയാറുള്ള ദ്രൗപദിയും. ഉമ്മയ്ക്ക് പഠിക്കുമ്പോൾ ദ്രൗപദിയെ ഒരു സാഹിത്യ സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചത് മഹേന്ദ്രനായിരുന്നു. ദേവദത്തനെ പോലെയുള്ള പ്രശസ്തരായ സാഹിത്യകാരന്മാരോടൊപ്പം. എനിക്ക് വയ്യ മഹേന്ദ്രൻ എന്ന് പറഞ്ഞ് അവൾ ഒഴിയാൻ ശ്രമിച്ചത്. സുഖമില്ലാതെ കിടന്ന അച്ഛൻ കൂടി നിർബന്ധിച്ചപ്പോൾ അവസാനം തയ്യാറായത്. അതിനുശേഷം എന്തൊക്കെ മാറ്റങ്ങൾ! ഉയരങ്ങളിലേക്ക് കയറിപ്പോയ ദ്രൗപദി. അച്ഛന് സുഖമില്ലാതെ ഒരാഴ്ചയോളം ദ്രൗപദി ക്ലാസ്സിൽ വരാതിരിക്കുകയായിരുന്നു. ഒരു ഉച്ചയ്ക്ക് മഹേന്ദ്രൻ ക്ലാസ്സിൽ കയറി വന്നു ദ്രൗപദിയെ അന്വേഷിച്ചു. ഒരാഴ്ചയായി വരുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ഉടൻ ദ്രൗപദിയുടെ വീട്ടിൽ പോകണമെന്നായി. മഹേന്ദ്രൻ കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു. സമർത്ഥനായ MA വിദ്യാർത്ഥി. ദ്രൗപദിയോട് അയാൾ പ്രത്യേക അടുപ്പം കാട്ടിയിരുന്നു, പ്രത്യേകിച്ച് ദ്രൗപദിയുടെ സാഹിത്യത്തോട്. യൂണിയൻ സംഘടിപ്പിക്കുന്ന കഥാസാഹിത്യ ചർച്ചയിൽ ദ്രൗപദിയെ തീർച്ചയായും പങ്കെടുപ്പിക്കണം. നോട്ടീസിൽ പേരച്ചടിക്കുകയും ചെയ്തിരിക്കുന്നു. വീട്ടിൽ ചെന്ന് പറയണം. ഉച്ചതിരിഞ്ഞ് ദ്രൗപദിയുടെ വീട്ടിലേക്ക് പോയത് ഇന്നും ഓർമ്മയുണ്ട്. ഒപ്പം മഹേന്ദ്രനുമുണ്ടായിരുന്നു. വഴി നീളെ വർത്തമാനം പറഞ്ഞു നടന്നു. പറഞ്ഞതൊക്കെ ദ്രൗപദിയെക്കുറിച്ച്, ദ്രൗപദിയുടെ കഥകളെക്കുറിച്ച്. ദ്രൗപദിയുടെ കഥകളോട് ദ്രൗപദിയോട് ആരാധനയായിരുന്നു. നോക്കിക്കോളൂ, അവൾ വലിയൊരു കഥ എഴുത്തുകാരിയാകും. ആത്മാവ് കണ്ടറിഞ്ഞ് എഴുതാനുള്ള കഴിവുണ്ട് അവൾക്ക്. മഹേന്ദ്രൻ്റെ വചനം ശരിയായി. ദ്രൗപദി കഥ എഴുത്തുകാരിയായി. ദ്രൗപദിയുടെ നോവലിന് വീണ്ടും അവാർഡ് വാങ്ങാൻ ദ്രൗപദി വരാമെന്ന് സമ്മതിച്ചിരിക്കുന്നു. നന്ദിനി സന്തോഷത്തോടെ ഉറങ്ങി. ദ്രൗപദി കണ്ണടച്ചു കിടക്കുകയായിരുന്നു. എന്നിട്ടും പണിക്കാരി പെൺകുട്ടി വീണ്ടും മുറിയിലേക്ക് കടന്നു വന്നത് അറിഞ്ഞു. ചേച്ചി, നേരെ ഒരുപാടായി, ഉണ്ണണ്ടേ? അവൾ ചോദിച്ചു. വേണ്ട, നീ ഉണ്ടോളൂ, എനിക്ക് തീരെ വിശപ്പില്ല. പാവപ്പെണ്ണ്. അവൾ കുറച്ചു നേരം കൂടി കാത്തു നിന്നു, പിന്നെ തിരിച്ചുപോയി. മഹേന്ദ്രൻ ഇപ്പോൾ നന്ദിനിയോട് പറയുകയാവും, ദ്രൗപദി ദീർഘകാലത്തെ മൗനത്തിൻ്റെ പുറന്തോട് പൊട്ടിച്ച് പുറത്തേക്ക് വരാമെന്ന് സമ്മതിച്ചിരിക്കുന്നു. നന്ദിനിക്ക് സന്തോഷമായിട്ടുണ്ടാവും. മഹേന്ദ്രനും അയാളുടെ വാക്ക് ദ്രൗപദി തട്ടിക്കളഞ്ഞില്ലല്ലോ എന്ന്. അയാളാണല്ലോ ആദ്യമായി തന്നെ പുറം ലോകത്തിന് പരിചയപ്പെടുത്തിയത്.
ആദ്യത്തെ കഥയരങ്ങ് ഒരിക്കലും മറക്കില്ല. ദ്രൗപദിയുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചത് ആ മീറ്റിംഗാണ്. മഹേന്ദ്രനും നന്ദിനിയും കൂടി വീട്ടിൽ വന്നു നിർബന്ധിച്ചതും അവരുടെ നിർബന്ധത്തിന് വഴങ്ങിയതും ഇന്നലത്തെ പോലെ ഓർക്കുന്നു. ഓർമ്മകൾ, ഒളിമങ്ങാത്ത ഓർമ്മകൾ. ആ ഓർമ്മകളിലാണ് ഇന്നും ജീവിക്കുന്നത്. അവയിലൂടെ ഊളിയിട്ട് പോകുമ്പോൾ കുളിർക്കാറ്റേൽക്കുന്നത് പോലെ എന്തു സുഖം. അച്ഛനുള്ള മരുന്ന് ഔൺസ് ക്ലാസ്സിലേക്ക് പകരുമ്പോഴാണ് യമുന അപ്പച്ചി വന്ന് പറഞ്ഞത്, ദ്രൗപദി, നിന്നെ കാണാൻ 2 പേർ വന്നിരിക്കുന്നു. ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. ഉമ്മറത്തെത്തിയപ്പോൾ അത്ഭുതം. മഹേന്ദ്രനും നന്ദിനിയും. ദ്രൗപദിയുടെ മുഖത്തെ അമ്പരപ്പ് കണ്ടാവും മഹേന്ദ്രൻ ചോദിച്ചു, ഞങ്ങളെ തീരെ പ്രതീക്ഷിച്ചില്ല, പ്രത്യേകിച്ച് എന്നെ. ഇരിക്കൂ, എന്താണ് കാര്യം? നന്ദിനി മിണ്ടാതെ നിന്നതേയുള്ളൂ. മഹേന്ദ്രനാണ് പറഞ്ഞത്. ദ്രൗപദിയോട് ചോദിക്കാതെ ഞാനൊരു സ്വാതന്ത്ര്യം കാട്ടി. ക്ലാസ്സിൽ വന്ന് പറയാമെന്ന് കരുതി. വന്നപ്പോൾ ആളില്ല. അതാണ് നന്ദിനിയെ കൂട്ടി വന്നത്. എന്ത് സ്വാതന്ത്ര്യം? യൂണിയൻ ഓഫ് ഒരു കഥയരങ്ങ് നടത്തുന്നു. ദേവദത്തനും കൃഷ്ണൻ ഉണ്ണിയും ശ്രീകുമാറും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. ഉവ്വോ, എന്നാണ്? ദ്രൗപദിയുടെ കണ്ണുകൾ തിളങ്ങി. മറ്റന്നാൾ. അതല്ലേ ഇന്ന് ഓടി വന്നത്. ദ്രൗപദിയുടെ പേരും നോട്ടീസിൽ വച്ചിട്ടുണ്ട്. പേര് വച്ചിട്ട് ആൾ സമയത്ത് ഇല്ലാതായാലോ? അയ്യോ, എൻ്റെ പേരോ? എന്ത് പണിയാണ് കാട്ടിയത്? ഞാനില്ല എന്ന് പറഞ്ഞാലൊന്നും പറ്റില്ല. പങ്കെടുത്തേ പറ്റൂ. പേര് അച്ചടിച്ചു കഴിഞ്ഞു. അതിന് ഞാനാരാണ്? കഥ എഴുത്തുകാരി. എന്താ, കഥ എഴുതില്ലേ? എഴുതും, കുറേ പൊട്ട കഥകൾ. ദേവദത്തനെ പോലെ പ്രശസ്തനായ ഒരാളുടെ കൂടെ എൻ്റെ പേര് അച്ചടിച്ചു വയ്ക്കുക. എന്നെ ഇങ്ങനെ പരിഹസിക്കേണ്ടായിരുന്നു. നന്ദിനി, നീ കൂടി ചേർന്ന് ഈ പണി ചെയ്യേണ്ടിയിരുന്നില്ല. നന്ദിനി സമാധാനിപ്പിച്ചു. എന്താണ് ഇങ്ങനെ അധൈര്യപ്പെടുന്നത്? നിന്റെ കഥ ഒന്നാന്തരം തന്നെയാണ്, ഒരു സംശയവും വേണ്ട. എന്താണ് ഇവിടെ തർക്കം? യമുന അപ്പച്ചി വാതിൽക്കൽ വന്നെത്തി നോക്കി. ഞാൻ പറയാം. മഹേന്ദ്രൻ പ്രശ്നം അവതരിപ്പിച്ചു. ഞങ്ങൾ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? കഴിവുള്ളവരെ പ്രോത്സാഹിപ്പിക്കണ്ടേ? അത് യൂണിയൻ്റെ കടമയല്ലേ? തീർച്ചയായും നിങ്ങൾ ചെയ്തത് നന്നായി. ഇവൾക്ക് ഒട്ടും തൻ്റെ ഇടമില്ല. സ്വന്തം കഴിവിനെക്കുറിച്ച് തീരെ മതിപ്പില്ല. ഇവളുടെ അച്ഛനിത് കേട്ടാൽ എത്ര സന്തോഷമാകുമെന്നോ. മഹേന്ദ്രനും നന്ദിയും അച്ഛൻ കിടക്കുന്ന മുറിയിലേക്ക് നടന്നു. ദ്രൗപദിക്ക് ഒപ്പം ചെല്ലാതെ നിവൃത്തിയില്ലാതായി. നീ എന്തിനാണിങ്ങനെ നാണിക്കുന്നത്? നന്ദിനി ചോദിച്ചു. നാണമല്ല, ഭയം. ഭയമാണ് നന്ദിനി. ദേവദത്തൻ എത്ര വലിയ സാഹിത്യകാരനാണെന്ന് അറിയാമോ? എൻ്റെ കഥ കേട്ടാൽ അദ്ദേഹം പരിഹസിക്കും. അയാൾ എന്തിനാണ് പരിഹസിക്കുന്നത്? ഒക്കെ നിന്റെ തോന്നലാണ്. മഹേന്ദ്രൻ കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ അഭിനന്ദിച്ചു. നന്നായി, വളരെ നന്നായി. എൻ്റെ മകൾക്ക് തീരെ സെൽഫ് റെസ്പെക്റ്റ് ഇല്ല. ആദ്യം അവനവനെക്കുറിച്ചൊരു ബോധം വേണം, വിശ്വാസം വേണം. മഹേന്ദ്രൻ പറഞ്ഞു. ദേവദത്തനും മറ്റും പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷ. വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ ദ്രൗപദിയെ നോക്കി പറഞ്ഞു. നന്നായി മോളെ. നല്ലൊരു സദസ്സിൽ തന്നെയാകട്ടെ നിന്റെ അരങ്ങേറ്റം. സ്കൂളിലും കോളേജിലും മത്സരത്തിന് കഥ എഴുതിയാൽ മാത്രം പോരാ, ജനങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടണം. യാത്ര പറയുമ്പോൾ മഹേന്ദ്രൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വരാതെ പറ്റിച്ചു കളയല്ലേ? ഇല്ല, അവൾ വരും. അച്ഛൻ ഉറപ്പ് കൊടുത്തു. നന്ദിനി കുറെ കഴിഞ്ഞാണ് പോയത്. നന്ദിനിയും യമുന അപ്പച്ചിയും കൂടിയാണ് ധൈര്യം നൽകിയത്. എന്താണ് ഇങ്ങനെ പതറുന്നത്? നീ നന്നായി കഥ എഴുതും, പ്രസംഗിക്കും. അതൊക്കെ സ്കൂളിലും കോളേജിലുമല്ലേ. എന്നെ പോലുള്ളവരുടെ ഇടയിൽ ഇത് അതുപോലെയാണോ? പ്രഗത്ഭരുടെ വേദിയിൽ ഓരോരുത്തരുടെയും കഥകളുടെ പ്രത്യേകതകൾ അവൾ പറയാൻ തുടങ്ങി. യമുന അപ്പച്ചിക്ക് അതിന് മറുപടി ഉണ്ടായിരുന്നു. നീ തുടക്കക്കാരി, വിദ്യാർത്ഥിനി, അഥവാ അല്പം മോശമായാലും സാരമില്ല. രാത്രി ദ്രൗപദിക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. കഥാചർച്ചയും കഥയരങ്ങും തന്നെ പ്രശ്നം. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യത്തെ കഥ എഴുതിയത്. ഒപ്പം പഠിക്കുന്ന പ്രസന്ന എന്ന കുട്ടിയുടെ അച്ഛൻ്റെ മരണം കണ്ടുവന്ന രാത്രി. മനസ്സിന് വല്ലാത്ത വിങ്ങലായിരുന്നു. പുഴയിൽ തോണി മുങ്ങി ഒരുപാട് ആളുകൾ മരിച്ചെന്ന് കേട്ടപ്പോഴും എന്തൊക്കെയോ എഴുതിക്കൂട്ടി. എപ്പോഴോ വഴിവക്കിൽ കണ്ട ഭിക്ഷക്കാരനെക്കുറിച്ചും കഥ എഴുതി. എല്ലാം നോട്ട് ബുക്കിൽ കുറിച്ചു വച്ചിരുന്നു. അവയൊക്കെ കഥകളാണെന്ന് ദ്രൗപദിക്ക് അഭിപ്രായമില്ല. പക്ഷേ കൂട്ടുകാരികൾ പറഞ്ഞു, നീ നന്നായി കഥ എഴുതുന്നല്ലോ ദ്രൗപദി, നിനക്കിതെങ്ങനെ കഴിയുന്നു? നീ ഒരിക്കൽ വലിയ എഴുത്തുകാരിയാകും, സംശയമില്ല. വിലാസിനി ടീച്ചറാണ് ദ്രൗപദി കഥ എഴുതുമെന്ന് കണ്ടുപിടിച്ചത്. യുവജനോത്സവത്തിന് കഥ എഴുതി 1ാം സമ്മാനം കിട്ടിയപ്പോൾ ടീച്ചർ അഭിനന്ദിച്ചു. ക്ലാസ്സിൽ എല്ലാവരോടുമായി ടീച്ചർ പറഞ്ഞു, കണ്ടോ, നിങ്ങളുടെ കൂട്ടുകാരി ദ്രൗപദി എത്ര ഭംഗിയായിട്ടാണ് കഥ എഴുതിയിരിക്കുന്നത്. വിലാസിനി ടീച്ചർ റിട്ടയർ ചെയ്ത അന്ന് ദ്രൗപദി യാത്രയപ്പ് പ്രസംഗം നടത്തി. ടീച്ചർ കരഞ്ഞുപോയി. അവളുടെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചു. കുട്ടി, എനിക്കുറപ്പുണ്ട് നീ വലിയൊരാളാകും. എഴുതാനുള്ള കഴിവ് അതൊരിക്കലും നഷ്ടപ്പെടുത്തരുത്. ദ്രൗപദി എഴുത്ത് നിർത്തിയില്ല. നോട്ട് ബുക്കുകൾ നിറയെ എഴുതി. കോളേജിലെത്തിയപ്പോഴും എഴുതി. കോളേജ് മാഗസിനിൽ ഒഴികെ എങ്ങും ഇതേവരെ ഒന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ല. പ്രസിദ്ധീകരിക്കാനൊന്നും കൊള്ളില്ല. വായിച്ചു കേൾപ്പിക്കുന്നത് അച്ഛനെയും അപ്പച്ചിയെയും മാത്രം. അവർ അവളെ അഭിനന്ദിക്കും. ആദ്യമായി ഒരു സദസ്സിൽ അറിയപ്പെടുന്ന വലിയ ആളുകളുടെ കൂട്ടത്തിൽ പ്രത്യക്ഷപ്പെടുക. ഈശ്വര! അടുത്ത ദിവസം മുഴുവൻ അവൾക്ക് അങ്കലാപ്പായിരുന്നു. എന്തൊക്കെയോ പറയാനായി കുറിച്ചു വെച്ചു. അച്ഛനെയും അപ്പച്ചിയെയും അത് പറഞ്ഞു കേൾപ്പിച്ചു. കഥയരങ്ങിൽ അവതരിപ്പിക്കാനുള്ള കഥയും തിരഞ്ഞെടുത്തു വെച്ചു.
ധൈര്യമായി സ്റ്റേജിൽ കയറിക്കോളൂ കുട്ടി, നിന്റെ കഥ ഉഗ്രൻ. അച്ഛൻ ധൈര്യം നൽകി പ്രോത്സാഹിപ്പിച്ചു. ഒരിക്കലും ആ ദിവസം മറക്കില്ല. മടിച്ചാണ് പുറപ്പെട്ടത്. കോളേജിൻ്റെ ഗേറ്റ് കടക്കുമ്പോൾ ഉച്ചഭാഷണിയിലൂടെ അനൗൺസ്മെൻറ്റ് കേട്ടു. സെമിനാറിലും കഥയരങ്ങിലും പങ്കെടുക്കുന്നവരുടെ പേരിനൊപ്പം ദ്രൗപദിയുടെ പേരും വിളിച്ചു പറയുന്നു. സങ്കോചം തോന്നി. ഏതൊക്കെയോ കുട്ടികൾ അവളെ ചൂണ്ടിപ്പറഞ്ഞു. അതാ, ആ കുട്ടിയാണ് ദ്രൗപദി. ചില കുട്ടികൾ അവളോട് തന്നെ നേരിട്ട് ചോദിച്ചു, കുട്ടിയല്ലേ ദ്രൗപദി? നന്ദിനി കണ്ടയുടൻ ആശ്വസ്തയോടെ പറഞ്ഞു, ഹാവോ, സമാധാനം, നീ പറ്റിക്കുമെന്നാണ് കരുതിയത്. ദ്രൗപദി മിണ്ടിയില്ല. അവൾക്ക് വല്ലാത്തൊരു ശ്വാസമുട്ടൽ, പരിഭ്രമം. മഹേന്ദ്രൻ എത്തി. ദ്രൗപദിയെ കണ്ട് അയാൾ ചിരിച്ചു. സന്തോഷമായി വന്നല്ലോ ദ്രൗപദി. എന്താ അത്ര സന്തോഷം? ഞാനാണോ ചീഫ് ഗസ്റ്റ്? എന്താ സംശയം? ദേവദത്തൻ്റെ കഥ എത്ര വട്ടം കേട്ട് കഴിഞ്ഞു, വായിച്ചു കഴിഞ്ഞു. മറ്റുള്ളവരുടെ കാര്യവും അങ്ങനെ തന്നെ. കേൾക്കാനുള്ളത് ഇനി ദ്രൗപദിയുടെ വാക്കുകൾ. കസർണം കേട്ടോ? ദ്രൗപദി ചിരിച്ചുപോയി. എല്ലാവരും എത്തിയില്ലേ? നന്ദിനി ചോദിച്ചു. എല്ലാവരും എത്തി, ദേവദത്തിനൊഴിച്ച്. അയാൾ വരാതെ തുടങ്ങാൻ പറ്റില്ലല്ലോ. മറ്റു ചില സാഹിത്യകാരന്മാരെ പോലെ ദേവദത്തിനും ശീലമുണ്ടോ? അറിയില്ല. സാഹിത്യകാരനല്ലേ? ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞ് തുള്ളി അകത്താക്കിയില്ലെങ്കിൽ കലാകാരനാകില്ലല്ലോ. മഹേന്ദ്രൻ്റെ മറുപടി. അപ്പോൾ ദ്രൗപദി തുള്ളി പോലും കഴിക്കാതെ എഴുതുന്നതോ? ദ്രൗപദി പെണ്ണല്ലേ? മദ്യപിച്ച് എഴുതുന്ന പെണ്ണുങ്ങളുണ്ട്. ഒക്കെ നാട്യം. കലയുടെ മറവിൽ തോന്നിയാസങ്ങൾ കാട്ടാനുള്ള ലൈസൻസ്. ദൗർബല്യം. യൂണിയൻ സെക്രട്ടറി ഓടിയെത്തി. മഹേന്ദ്രൻ ഇവിടെ എന്ത് ചെയ്യുകയാണ്? പ്രിൻസിപ്പൽ അന്വേഷിക്കുന്നു. വാ ദ്രൗപദി. മഹേന്ദ്രൻ നടന്നു. അയാളുടെ പിന്നാലെ നടക്കുമ്പോൾ ദ്രൗപദിക്ക് പിന്നെയും അധൈര്യം. ശരീരത്തിന് നേരിയ വിറയൽ പോലെ. പ്രിൻസിപ്പാളിൻ്റെ മുറി. ചുവന്ന പരവതാനി തറയിൽ വിരിച്ചിരിക്കുന്നു. സിംഹാസനങ്ങൾ പോലെ വിലയേറിയ കസേരകൾ നിരത്തിയിട്ടിരിക്കുന്നു. കസേരകളിൽ ഉപവിഷ്ടരായ കഥാകാരന്മാർ. ആരാണ് ദേവദത്തൻ? എവിടെയാണ് അദ്ദേഹം ഇരിക്കുന്നത്? പ്രിൻസിപ്പാൾ അവളെ നോക്കി പറഞ്ഞു, ഇരുന്നോളൂ കുട്ടി. ആരും അവളെ ശ്രദ്ധിച്ചില്ല. അവൾ ഏറ്റവും പുറകിലെ കസേരയിലിരുന്നു. അടുത്ത കസേരയിലെ മധ്യവയസ്കൻ ചോദിച്ചു, കഥയരങ്ങിൽ പങ്കെടുക്കുന്നുണ്ടോ? ഉണ്ട്. എന്താണ് പേര്? ദ്രൗപദി. ഞാൻ കൃഷ്ണനുണ്ണി. അവൾ അത്ഭുതപ്പെട്ടു. പ്രസിദ്ധനായ കഥാകൃത്ത് കൃഷ്ണനുണ്ണി യാതൊരു തലക്കനവുമില്ലാതെ എത്ര സാധാരണ മട്ടിലാണ് സ്വയം പരിചയപ്പെടുത്തിയത്. അടുത്ത കസേരകളിലിരിക്കുന്നവർ ആരൊക്കെയെന്നറിയില്ല. അവരൊന്നും അടുത്തുള്ളവരെ ശ്രദ്ധിക്കുന്നുമില്ല. കഥകൾ സ്ഥിരമായി എഴുതാറുണ്ടോ? അങ്ങനെയില്ല, വല്ലപ്പോഴും. പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ? പുസ്തകമായി? ഇല്ല. എൻ്റെ ഒരു കഥ പോലും ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. എല്ലാ വർഷവും കോളേജ് മാഗസിനിൽ വരാറുണ്ട്. അതുപോരാ, ഏതെങ്കിലുമൊക്കെ പ്രസിദ്ധീകരണത്തിന് അയച്ചു കൊടുക്കണം. ദ്രൗപദി എന്ന് ഒരു എഴുത്തുകാരിയുണ്ടെന്ന് അറിയണ്ടേ എല്ലാവരും? അവൾക്ക് സന്തോഷം തോന്നി. തന്നോട് ആദ്യമായാണ് ഒരാളിങ്ങനെ സംസാരിക്കുന്നത്, അതും പ്രസിദ്ധനായ ഒരാൾ. മഹേന്ദ്രൻ പറഞ്ഞു, നമുക്ക് സ്റ്റേജിലേക്ക് പോകാം. എല്ലാവരും പുറപ്പെട്ടു. ഏറ്റവും പുറകിൽ ദ്രൗപദിയും. അവസരം കിട്ടിയപ്പോൾ അവൾ മഹേന്ദ്രനോട് ചോദിച്ചു, ദേവദത്ത് സാർ വന്നുവോ? വരുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നീട്ടി വളർത്തിയ തലമുടിയും താടിയും, ആഴ്ന്നിറങ്ങുന്ന കണ്ണുകൾ, പരുക്കൻ ജുബ്ബ, മുഷിഞ്ഞ പൈജാമ, തോളിൽ തൂക്കിയ തുണിസഞ്ചി. ചിത്രത്തിൽ കണ്ട ഛായ അവൾ ഓർമ്മിച്ചു. ദേവദത്തൻ. സ്റ്റേജിൽ ദ്രൗപദിക്ക് ഇരിക്കാനിടം കിട്ടിയത് അയാളുടെ അരികിലാണ്. അയാൾ അവളെ ശ്രദ്ധിച്ചുകൂടിയില്ല. പരിചയപ്പെടണമെന്നുണ്ട്, പക്ഷേ അങ്ങോട്ട് കയറി സംസാരിച്ചാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? മുഖത്തെ പരുക്കം ഭാവം അവളെ അധീരയാക്കി. അവസാനം മടിച്ച് അവൾ പറഞ്ഞു, സാറിൻ്റെ എല്ലാ കഥകളും ഞാൻ വായിച്ചിട്ടുണ്ട്. എനിക്ക് അവയെല്ലാം ഇഷ്ടമാണ്. പരിചയപ്പെടണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ദേവദത്തൻ മറുപടി ഒരു മുകളിൽ ഒതുക്കി. അതവളെ നിരാശപ്പെടുത്തി. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇങ്ങോട്ട് ആരെന്നൊന്ന് ചോദിച്ചുകൂടെ? തലക്കൻ അല്പം കൂടുതൽ തന്നെയാണ്. കർട്ടൻ ഉയർന്നപ്പോൾ ദ്രൗപദി അമ്പരന്ന് പോയി. ഓഡിറ്റോറിയം തിങ്ങി നിറഞ്ഞിരിക്കുന്നു. മുമ്പൊന്നും ഒരു പരിപാടിക്കും കാണാത്ത തിരക്ക്. എല്ലാവരും ദേവദത്തനെ കാണാനും നേരിട്ട് കഥ കേൾക്കാനും എത്തിയതാണ്. സ്വാഗതം പറഞ്ഞ മഹേന്ദ്രൻ. അയാൾ ഗംഭീരമായി എല്ലാ കഥാകാരന്മാരെയും സദസ്സിന് പരിചയപ്പെടുത്തി. ദ്രൗപദിയെക്കുറിച്ച് വളരെ മനോഹരമായി പറഞ്ഞു. വളർന്നു വരുന്ന കഥാകാരിയെന്നും കോളേജിൻ്റെ അഭിമാനഭാജനമെന്നുമൊക്കെ. അവൾക്ക് സങ്കോചം തോന്നി. ഇത്രയൊക്കെ പറയണോ? ദേവദത്തനാണ് കഥയരങ്ങ് ഉദ്ഘാടനം ചെയ്തത്. അയാൾ എഴുന്നേറ്റപ്പോൾ തന്നെ നിലയ്ക്കാത്ത കരഘോഷം. കഥ പറഞ്ഞു തുടങ്ങിയപ്പോൾ സൂചി വീണാൽ കേൾക്കാവുന്നത്ര നിശബ്ദത. അയാളുടെ കഥ പറച്ചിൽ സദസ്സിന് ഇഷ്ടമായി. ദ്രൗപദിക്കും ഇഷ്ടപ്പെട്ടു. ആകർഷകമായ ഭാഷ, ശൈലി, മാസ്മര ശക്തിയുള്ള ശബ്ദം. ദേവദത്തിന് ശേഷം ഓരോ കഥാകാരന്മാരായി കഥ പറഞ്ഞു. അവസാനമായിരുന്നു ദ്രൗപദിയുടെ ഊഴം. മൈക്കിന് മുന്നിലെത്തിയപ്പോൾ ചെറിയ വിറയൽ അനുഭവപ്പെട്ടു. ചുണ്ടിന് വരൾച്ച. വിദ്യാർത്ഥികൾ അവളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. ദ്രൗപദി കഥ പറയാൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ അവൾ സ്വയം മറന്നു. അത്ര നേരവും ഘനഗംഭീരനായിരുന്ന ദേവദത്തൻ ശ്രദ്ധിച്ചു. ആരാണിവൾ? എന്താണ് പേര്? തരക്കേടില്ലല്ലോ. അയാൾ മഹേന്ദ്രനെ അരികിൽ വിളിച്ചു ചോദിച്ചു. ആ കുട്ടിയുടെ പേരെന്താണ്? ദ്രൗപദി. ഈ കോളേജിലെ വിദ്യാർത്ഥിനിയാണ്.
കഥ അവസാനിക്കുന്നതുവരെ ദേവദത്തൻ ശ്രദ്ധയോടെ കേട്ടിരുന്നു. ദ്രൗപദി അരികിൽ വന്നിരുന്നപ്പോൾ അയാൾ പറഞ്ഞു, കഥ നന്നായിരുന്നു. ഭൂമിയിൽ നിന്ന് ഉയർന്നുയർന്നു പോകുന്നത് പോലെയാണ് ദ്രൗപദിക്ക് തോന്നിയത്. ദേവദത്തനെ പോലൊരാൾ പ്രശംസിക്കുക അഭിമാനം തോന്നി. കൃഷ്ണനുണ്ണി കലവറയില്ലാതെ പുകഴ്ത്തി പലതവണ പറഞ്ഞു, നല്ല കഥ, നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. പരിപാടികൾ അവസാനിച്ച് എല്ലാവരും പിരിഞ്ഞു കഴിഞ്ഞു. മഹേന്ദ്രനും നന്ദിനിയും ദ്രൗപദിയും മാത്രമായപ്പോൾ മഹേന്ദ്രൻ ചോദിച്ചു, എന്താണ് ദേവദത്തൻ കാതിൽ പറഞ്ഞത്? കാതിലോ? അതെ, എന്തോ മന്ത്രിക്കുന്നത് കണ്ടു. എൻ്റെ കഥ നന്നായിരുന്നെന്ന്. രക്ഷപ്പെട്ടല്ലോ. ദേവദത്തിൻ്റെ വായിൽ നിന്ന് അത്രയും വീണത് അത്ഭുതമാണ്. ആരെയും അംഗീകരിക്കാത്ത അയാളാണ്. ദേവദത്തിൻ്റെ കഥയേക്കാളും എനിക്കിഷ്ടപ്പെട്ടത് ദ്രൗപദിയുടെ കഥയാണ്. സത്യത്തിൽ അവ തന്നെയാണ് നന്നായിരുന്നതും. നിവൃത്തിയില്ലാതെ അയാൾ പറഞ്ഞു പോയതാകും. നന്ദിനി അങ്ങനെ പറഞ്ഞപ്പോൾ മഹേന്ദ്രൻ പൊട്ടിച്ചിരിച്ചു. ദേവദത്തിനോട് വലിയ എതിർപ്പാണല്ലോ നന്ദിനിക്ക്. അയാൾ തനിക്കെന്ത് ദ്രോഹം ചെയ്തു? അയാൾ ഇങ്ങനെ മനസ്സിലാകാത്ത കഥകൾ എഴുതുന്നത് തന്നെ. ആ മനസ്സിലാകായകയാണ് ജനത്തിനെ ആകർഷിക്കുന്നത്. അറിയാമോ, അതാണ് അയാളുടെ വിജയരഹസ്യം. ചെല്ലുന്നിടത്തൊക്കെ എത്ര ആരാധകരാണെന്നോ. യുവതലമുറ മുഴുവൻ അയാളുടെ പിറകെയാണ്. ഒരിക്കൽ ടൗൺ ഹാളിൽ ഒരു സാഹിത്യ സമ്മേളനം. എല്ലാ സാഹിത്യ നായകന്മാരും ഉണ്ടായിരുന്നു. എന്നിട്ടെന്താ, ദേവദത്തൻ പ്രസംഗിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഹാൾ ശൂന്യം. എല്ലാവരും ദേവദത്തൻ്റെ പിറകെ പോയി. അതാണ് ദേവദത്തൻ. ദ്രൗപദി വീട്ടിലേക്ക് പോകാൻ പുറപ്പെട്ടപ്പോൾ മഹേന്ദ്രൻ ചോദിച്ചു, കഥകളുടെ കാസറ്റ് വേണ്ടേ അച്ഛനെ കേൾപ്പിക്കാൻ? വേണം. മഹേന്ദ്രൻ കാസറ്റ് എടുക്കാൻ പോയി. അച്ഛന് വേണ്ടി കഥകൾ ടേപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നില്ല. എന്നിട്ടും മഹേന്ദ്രൻ വേഗത്തിൽ തിരിച്ചെത്തി. അച്ഛനെ കാണാൻ ഞാനൊരു ദിവസം വരുന്നുണ്ടെന്ന് പറയണം. ദ്രൗപദി നന്ദിനിയുമൊത്ത് സ്റ്റെയർ കേസ് ഇറങ്ങുകയായിരുന്നു. ദ്രൗപദി തിരിഞ്ഞു നോക്കുമ്പോൾ മലയാളം സ്റ്റാഫ് റൂമിന് മുന്നിൽ മാത്യു സാർ, ഒപ്പം പുതിയതായി വന്ന വിജയമോഹൻ എന്ന അധ്യാപകനും. അവൾ പടികൾ കയറി തിരിച്ചു ചെന്നു. തൻ്റെ കഥ അസലായിരുന്നു. സത്യം പറഞ്ഞാൽ ദേവദത്തൻ്റെ കഥയേക്കാളും. ദ്രൗപദിക്ക് ഹൃദയം നിറഞ്ഞു തുളുമ്പി. വെറുമൊരു അധ്യാപകനല്ല മാത്യു സാർ, സഹൃദയൻ. MA ജയിക്കുന്നതുകൊണ്ട് മാത്രം നല്ലൊരു അധ്യാപകനാകാൻ കഴിയില്ല. അദ്ദേഹം നല്ല ചരിത്രവും ശാകുന്തളവും കുമാരസംഭവവും ഒക്കെ പഠിപ്പിക്കുമ്പോൾ മണിക്കൂറുകൾ കടന്നു പോകുന്നത് അറിയില്ല. വിഷയത്തിൻ്റെ ആത്മാവ് കണ്ടറിഞ്ഞ് പഠിപ്പിക്കുന്ന അധ്യാപകൻ എന്നാണ് അദ്ദേഹത്തെ പറ്റി തോന്നിയിട്ടുള്ളത്. അദ്ദേഹമാണ് പറയുന്നത് ദ്രൗപദിയുടെ കഥ അസലായിരുന്നുവെന്ന്. വെറുതെ പറയുകയില്ലെന്നറിയാം. ഹൃദയത്തിൽ തട്ടിയുള്ള പറച്ചിൽ. ഇതാരാണെന്നറിയാമോ? വിജയമോഹനെ ചൂണ്ടിയാണ് ചോദ്യം. അറിയാം. ഇദ്ദേഹത്തിനും ദ്രൗപദിയുടെ കഥ ഇഷ്ടപ്പെട്ടു. അവൾ പുഞ്ചിരിച്ചു. വിജയമോഹൻ അവളെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുകയാണെന്ന ബോധം ഉണ്ടായപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ പോട്ടെ സാർ. നന്ദിനി ചോദിച്ചു, എന്തായിരുന്നു? മാത്യു സാറും പുതിയ സാറും കൂടി തടഞ്ഞു നിർത്തി ഒരുപാട് പറഞ്ഞല്ലോ. കഥ നന്നായിരുന്നെന്ന്. പുതിയ ആളെന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. അയാൾ നിന്നെ വിഴുങ്ങുമെന്ന് തോന്നി. ഞാനിവിടെ നിന്ന് കാണുകയായിരുന്നു. നിന്നെ അയാൾക്ക് പിടിച്ച ലക്ഷണമുണ്ട്. എങ്കിൽ വരട്ടെ, നമുക്ക് ആലോചിക്കാം അല്ലേ? ദ്രൗപദി പരിഹസിച്ചു. പരിഹസിക്കേണ്ട, അയാൾ ചിലപ്പോൾ വന്നുകൂടായികയില്ല. നന്ദിനിയും പരിഹസിച്ചു. അച്ഛൻ ദ്രൗപദി ചെല്ലുന്നതും കാത്തി ഉമ്മർത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇത്ര നേരം കിടക്കാൻ കൂടി കൂട്ടാക്കാതെ നോക്കിയിരിക്കുകയാണ് അച്ഛൻ. അവളെ കണ്ടതും യമുന അപ്പച്ചി പറഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു മോളെ? അച്ഛൻ ആകാംക്ഷയോട് ചോദിച്ചു. എൻ്റെ കഥ നന്നായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു. ദേവദത്തൻ സാറും പറഞ്ഞു. ഓ, അച്ഛൻ കാസറ്റ് കേട്ടു നോക്കൂ. മഹേന്ദ്രൻ അച്ഛന് കേൾക്കാൻ വേണ്ടി ടേപ്പ് ചെയ്തു തന്നതാണ്. അയാളെ എൻ്റെ നന്ദി മറക്കാതെ അറിയിക്കണം മോളെ. കഥകൾ കാസറ്റിൽ നിന്ന് പ്രവഹിച്ചു. അച്ഛൻ കണ്ണടച്ചിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുമ്പോൾ ദ്രൗപദി ഓരോരുത്തരെയായി പരിചയപ്പെടുത്തി. അതാണ് ദേവദത്തൻ, അത് കൃഷ്ണനുണ്ണി. ദേവദത്തൻ്റെ കഥ കേട്ട് കഴിഞ്ഞ് അച്ഛൻ പറഞ്ഞു, കഷ്ടം, ഇതാണോ കഥ? മനുഷ്യന് മനസ്സിലാകാത്ത ഇത്തരം കഥ എന്തിനെഴുതുന്നു? മോളെ, സത്യം പറഞ്ഞാൽ അച്ഛൻ പഴയ ആളായതുകൊണ്ടാവും അച്ഛൻ ഇത്തരം കഥയും ഗതിയും കവിതയും പിടിക്കില്ല. പെട്ടെന്ന് അവൾ പറഞ്ഞു, ഇനി ദ്രൗപദിയുടെ കഥ വരുന്നു. ശബ്ദമുണ്ടാക്കരുത് ആരും. അവൾക്ക് തന്നെ അത്ഭുതം. ഇത് താനാണോ? തൻ്റെ ശബ്ദമാണോ? അഭിമാനം തോന്നി. കഥ അവസാനിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, നിന്റെ കഥയായതുകൊണ്ട് പറയുകയല്ല. നിന്റെ കഥയാണ് ലക്ഷണമൊത്ത കഥ. കുടുംബക്കാർക്ക് പിന്നെ എൻ്റെ കഥ മോശമെന്ന് പറയാൻ പറ്റുമോ? നല്ലതാണെന്ന് പറയാൻ ബാധ്യസ്ഥരല്ലേ നിങ്ങൾ? ദ്രൗപദി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കുടുംബക്കാർ മാത്രമല്ല, നാളെ എല്ലാവരും പറയും നിന്റെ കഥ നല്ലതാണെന്ന്. എനിക്ക് സംശയമില്ല. എന്തായാലും നല്ല പരിപാടിയായിരുന്നു. പങ്കെടുത്തില്ലായിരുന്നെങ്കിൽ നഷ്ടമായി പോയേനെ. മഹേന്ദ്രൻ നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാൻ സമ്മതിച്ചത്. ദ്രൗപദി ആത്മസംതൃപ്തിയോടെ പറഞ്ഞപ്പോൾ അച്ഛൻ ചോദിച്ചു, വമ്പന്മാരൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആരെങ്കിലും സംസാരിച്ചോ നിന്നോട്? നീ എല്ലാവരെയും പരിചയപ്പെട്ടോ? ദേവദത്തനൊഴികെ മറ്റെല്ലാവരും നന്നായി സംസാരിച്ചു. ദേവദത്തൻ സാറും സംസാരിച്ചു, പക്ഷേ ഭയങ്കര തലക്കനം. ആദ്യം കണ്ട ഭാവം കൂടി നടിച്ചില്ല. ഞങ്ങൾ അടുത്തടുത്ത സീറ്റിലായിരുന്നു. എന്നിട്ടും കഥ വായിച്ചു കഴിഞ്ഞപ്പോൾ 2 വാക്കുകൾ വായിൽ നിന്ന് വീണു, കഥ നന്നായിരുന്നു എന്ന്. പിന്നെ കൃഷ്ണനുണ്ണി സാർ, കുറച്ച് പ്രായമുണ്ട്, തലമുടി മുഴുവൻ നരച്ചതാണ്. സൗമ്യമായ പെരുമാറ്റം, സംസാരം.
എൻ്റെ കഥകളെക്കുറിച്ചൊക്കെ ചോദിച്ചു. എവിടെയെങ്കിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എവിടെയെങ്കിലുമൊക്കെ അയക്കണമെന്ന് പറഞ്ഞു. ആദ്യമൊക്കെ തിരിച്ചു വരും, എന്നാലും അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ശരിയാണ്, എല്ലാം എഴുതി പെട്ടിയിൽ പൂട്ടി വയ്ക്കാതെ എവിടെയെങ്കിലുമൊക്കെ അയക്കണം. എന്തിനാണച്ചാ? ചവറ്റുകുട്ടയിൽ തള്ളുമെന്നറിഞ്ഞുകൊണ്ട് എന്തിനാണ് അയക്കുന്നത്? ദ്രൗപദിയെ ആരാണെന്നറിയുക. ആദ്യമൊക്കെ കുറേ ചവറ്റുകുട്ടയിൽ വീട്ട മോളെ. ആ കൃഷ്ണനുണ്ണി തന്നെ പറഞ്ഞില്ലേ, ഇന്നത്തെ വലിയ എഴുത്തുകാരൊക്കെ അങ്ങനെയായിരുന്നില്ലേ? പലരുടെയും അനുഭവം നീ വായിച്ചിട്ടില്ലേ? ഒരാഴ്ച കഴിഞ്ഞൊരു ദിവസം ലൈബ്രറിയിൽ വെച്ച് കണ്ടപ്പോൾ മഹേന്ദ്രൻ പറഞ്ഞു, ദ്രൗപദിയുടെ ഒരു കഥ വേണം. എന്തിനാണ്? ജനപദം വാരികയിൽ കൊടുക്കാൻ. അവരത് ചവറ്റുകുട്ടയിൽ അറിയും മഹേന്ദ്ര. ഇല്ല, എനിക്ക് പരിചയമുള്ള ഒരാളിപ്പോൾ എഡിറ്റോറിയൽ സ്റ്റാഫിലുണ്ട്. രാത്രി കഥ എഴുതി തീർത്തിട്ടേ കിടന്നുള്ളൂ. വായിച്ചു നോക്കിയപ്പോൾ ദ്രൗപദിക്ക് തോന്നി താൻ ഇതേവരെ എഴുതിയതിൽ വെച്ച് ഏറ്റവും നല്ല കഥ ഇതാണെന്ന്. മഹേന്ദ്രൻ കഥ വാങ്ങിക്കൊണ്ടുപോയി. കൃത്യം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അച്ചടിച്ചു വന്നു. ജനപദം വാരികയിൽ നല്ല പ്രാധാന്യത്തോടെ കഥാകാരിയെക്കുറിച്ച് പത്രാധിപരുടെ വക ഒരു പരിചയപ്പെടുത്തലും. ദ്രൗപദിയുടെ ഒരു ഫോട്ടോ കൂടി കൊടുക്കാമായിരുന്നു, യമുന അപ്പച്ചി പറഞ്ഞു. അവൾ മൗനമായി നിന്നതേയുള്ളൂ. ഉള്ളിൽ നിറഞ്ഞു തുളുമ്പുന്ന സന്തോഷം. വിശ്വസിക്കാനാവുന്നില്ല. തൻ്റെ പേര്, തൻ്റെ കഥ, അച്ചടി മഷി പുരണ്ട്. ദ്രൗപദി എന്ന അക്ഷരങ്ങളിൽ അവൾ വിരലോടിച്ചു. മെല്ലെ മെല്ലെ. ജനപദത്തിൽ കഥ വന്നതിൻ്റെ ആഹ്ലാദം അടങ്ങും മുമ്പ് ദ്രൗപദിക്ക് ഒരു കത്ത് കിട്ടി. പ്രസിദ്ധമായ ഒരു പ്രസിദ്ധീകരണത്തിൻ്റെ പത്രാധിപരുടെ കത്ത്. എത്രയും പെട്ടെന്ന് ഒരു കഥ അയക്കണം. പുതിയൊരു ഫോട്ടോയുടെ കോപ്പിയും. വിവരമറിഞ്ഞപ്പോൾ മഹേന്ദ്രൻ പറഞ്ഞു, പത്രക്കാരൊക്കെ ഇനി ദ്രൗപദിയെ തേടി വരും. ഇനി എല്ലാവരും ദ്രൗപദിയുടെ പിറകെ ആവും. നോക്കിക്കോളും. അപ്പോൾ പാവങ്ങൾ ഞങ്ങളെ മറക്കാതിരുന്നാൽ മതി. അവൾ ചിരിച്ചു. ദ്രൗപദി നെടുവീർപ്പോടെ ഓർത്തു. മീറ്റിങ്ങിന് വരാമെന്നോ മഹേന്ദ്രനോട് വിളിച്ചു പറഞ്ഞത് എത്ര നന്നായി. ഇല്ലെങ്കിൽ മഹേന്ദ്രൻ ദ്രൗപദിയെക്കുറിച്ച് എന്ത് ധരിച്ചേനെ. നന്ദി കെട്ടവൾ എന്ന് തന്നെ. കോളേജിൽ നിന്ന് തിരിച്ചെത്തി കൈയും കാലും കഴുകി കാപ്പി കുടിക്കാനിരിക്കുമ്പോഴാണ് യമുന അപ്പച്ചി പറഞ്ഞത്, കുട്ടി, ഒരു സന്തോഷ വർത്തമാനം. എന്താണ് അപ്പച്ചി? കുട്ടിയെ ഒരാളിന് ഇഷ്ടം, ഒരുപാടിഷ്ടം. ഉടനെ കല്യാണം കഴിച്ചു കൊടുക്കുമോ എന്ന്. ആരാണത് ഇത്ര ഇഷ്ടക്കാരൻ? എന്തായാലും ദ്രൗപദി ഉടനെ എങ്ങും ആരെയും വിവാഹം കഴിക്കുന്ന പ്രശ്നമില്ല. എന്തൊരു പറച്ചിലാണ് മോളിത്. ഉടനെ വിവാഹം കഴിക്കാതെ പിന്നെ മൂത്ത് നരച്ചിട്ടാ? നിന്റെ അച്ഛനാണെങ്കിൽ സുഖമില്ലാതായതു മുതൽ എപ്പോഴും നിന്റെ വിവാഹക്കാര്യം മാത്രമാണ് വിചാരം. അച്ഛൻ എന്തിനാണ് അപ്പച്ചി ഇങ്ങനെ വിഷമിക്കുന്നത്? വിവാഹം കഴിക്കാതെ ജീവിക്കാൻ പറ്റില്ലേ? അപ്പച്ചി ജീവിക്കുന്നില്ലേ? അപ്പച്ചിയുടെ അത് ഒരു ജീവിതമാണോ കുഞ്ഞെ? അച്ഛൻ്റെയും എൻ്റെയും കാലം കഴിഞ്ഞാൽ പിന്നെ ആരാണ് നിനക്കൊരു തുണ? അപ്പച്ചിയുടെ വിവാഹം കഴിഞ്ഞതല്ലേ? എന്നിട്ടോ? ആരാണിപ്പോൾ അപ്പച്ചിക്ക് തുണ? സ്വന്തം കാലിൽ നിൽക്കാറാകണം. അതാണ് ഏറ്റവും വലിയ കാര്യം. വിവാഹം ഒരു പ്രശ്നമേയല്ല. ആരാണ് വന്നതെന്ന് പറയൂ. വിജയമോഹൻ എന്നൊരാളുണ്ടോ നിങ്ങളുടെ കോളേജിൽ? അയാളും മാത്യു സാറും കൂടി ഇന്നിവിടെ വന്നിരുന്നു. അയാൾക്ക് നിന്നെ ഇഷ്ടമായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നന്ദിനി പറഞ്ഞു തോർത്തു. നിന്നെ വിഴുങ്ങുന്ന മട്ടിലായിരുന്നു നോട്ടം. നിന്നെ അയാൾക്ക് പിടിച്ച ലക്ഷണമുണ്ട്. അവൾ അച്ഛൻ്റെ അരികിലേക്ക് ചെന്നു. അച്ഛൻ കിടക്കുകയായിരുന്നു. നിന്റെ മാത്യു സാർ ഇന്നിവിടെ വന്നിരുന്നു. യമുന പറഞ്ഞില്ലേ? പറഞ്ഞു. വിജയമോഹനെക്കുറിച്ച് നിനക്ക് എന്താണ് അഭിപ്രായം? നല്ല ചെറുപ്പക്കാരനാണെന്ന് അച്ഛന് തോന്നി. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേ വിവാഹത്തെക്കുറിച്ച് ഞാൻ ഇതുവരെ ചിന്തിച്ചു തുടങ്ങിയില്ല. അച്ഛൻ ചിരിച്ചു, വലിയൊരു ഫലിതം കേട്ടതുപോലെ. ദ്രൗപദി വീണ്ടും പറഞ്ഞു, വിവാഹം വേണ്ടെന്നൊന്നും ഇല്ല എനിക്ക്. പക്ഷേ സ്വന്തം കാലിൽ നിൽക്കാറായിട്ടേ വിവാഹത്തെപ്പറ്റി എനിക്ക് ചിന്തിക്കാനാവൂ. അച്ഛനറിയില്ലേ, യമുന അപ്പച്ചിക്ക് ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ, സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവ് അപ്പച്ചിക്കുണ്ടായിരുന്നെങ്കിൽ. എന്തു പറഞ്ഞാലും യമുന അപ്പച്ചി. കുട്ടി. യമുന അപ്പച്ചിയുടെ സ്വരം വല്ലാതെ ഉയർന്നു. ദ്രൗപദി തിരിഞ്ഞു നോക്കി. കുട്ടി, യമുന അപ്പച്ചിയുടെ വിധിയാണിത്. അത് കുട്ടിക്കെന്നല്ല, ആർക്കും വരില്ല. നല്ല മനുഷ്യരെ കണ്ടാലറിയാം. വെറുതെ അതും ഇതും പറഞ്ഞ് നല്ലൊരു കാര്യം വന്നത് തട്ടിക്കളയണ്ട. ദ്രൗപദി വാശി പിടിച്ചു. എന്തായാലും ഒരു ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് മതി എനിക്ക് വിവാഹം. മറ്റൊരാളിന് ഒരു വിധത്തിലും ഭാരമായി ജീവിക്കാൻ എനിക്ക് ഇഷ്ടമില്ല. അച്ഛൻ മൗനമായി ഇരുന്ന് കേട്ടു. ദ്രൗപദി പറയുന്നത് ശരിയാണ്. അവൾ അറിവുള്ളവളാണ്, ചിന്തിക്കുന്നവളാണ്. സ്ത്രീയെ ധനമായി കരുതാത്ത സമൂഹത്തിൽ ആർക്കും ഭാരമാകാതിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ യമുനയ്ക്ക് സംഭവിച്ചതുപോലെ. ശരി, നിന്റെ ഇഷ്ടം പോലെ, ദ്രൗപദി ആശ്വസിച്ചു. ദ്രൗപദിയുടെ തീരുമാനം അറിഞ്ഞപ്പോൾ മാത്യു സാർ അഭിനന്ദിച്ചു. പക്ഷേ സാർ ഇത്രയും കൂടി പറയുകയുണ്ടായി. വിജയമോഹൻ ദ്രൗപദി കരുതുന്ന തരത്തിലുള്ള ആളല്ല. ദ്രൗപദിയെ അയാൾ ധനമായി തന്നെ കരുതും എന്നെനിക്ക് ഉറപ്പുണ്ട്. കുട്ടിയുടെ സാഹിത്യമാണ് അയാളെ ആകർഷിച്ചത്. അതുകൊണ്ട് ഉദ്യോഗം കിട്ടിയിട്ടേ വിവാഹം ചെയ്യൂ എന്ന വാശി വേണ്ട. വാശിയല്ലേ ഇത്, ആഗ്രഹമാണ്. അദ്ദേഹത്തിന് വിവാഹത്തിന് തിടുക്കമുണ്ടെങ്കിൽ മറ്റൊരു പെൺകുട്ടിയെ നോക്കാമല്ലോ സാർ എന്നവൾ പറഞ്ഞപ്പോൾ പിന്നെ മാത്യു സാർ നിർബന്ധിച്ചില്ല. ദ്രൗപദിയുടെ അഭിപ്രായം അറിഞ്ഞപ്പോൾ വിജയമോഹന് അവളോട് തോന്നിയ ഇഷ്ടം വർദ്ധിച്ചതേയുള്ളൂ അത്രേ. എത്ര കാലം കഴിഞ്ഞാലും ദ്രൗപദിയെ മാത്രമേ വിവാഹം ചെയ്യൂ. സമയം ആ കുട്ടി നിശ്ചയിക്കട്ടെ എന്നയാൾ പറഞ്ഞത്രേ. നന്ദിനി കളിയാക്കി. ദിവ്യപ്രേമമാണല്ലോ ഇത്. നീ എന്തിനാണ് ആ മനുഷ്യനെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? അങ്ങ് സമ്മതിച്ചുകൂടെ? ഇങ്ങനെ വില കൂട്ടാതെ.
യമുന അപ്പച്ചി ദ്രൗപദിയുടെ ശിരസിൽ കൈവച്ച് പറഞ്ഞു. നീ ഭാഗ്യവതിയാണ്. സ്നേഹിക്കപ്പെടുക എന്നത് എത്ര വലിയ ഭാഗ്യമാണെന്നോ. നമുക്ക് വേണ്ടി ഒരാൾ കാത്തിരിക്കുക. അതിൽ പരം വലിയൊരു കാര്യമില്ല. കഥ തുടരും.